ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് വെച്ചൊരു മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. പഴുത്ത മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് നടുവേ പുലർന്നു വെച്ചിട്ടുണ്ട്. ഒരു ചുമന്നുള്ളി ഒരു 6 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 2. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് എടുത്തിട്ടുണ്ട്. തൈര് ഞാൻ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. എല്ലാം കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ ടൈമിൽ നമ്മുടെ മാങ്ങയും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു പരുവത്തി മാങ്ങ അരിഞ്ഞ് കിട്ടണം. നമ്മളിതിനകത്തോട്ട് ചെറിയ ജീരകം ഇട്ടിട്ടില്ലായിരുന്നു. ചെറിയ ജീരകം കൂടെ ഇട്ട് നമുക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചെറിയ ജീരകം കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ അരഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കാം. നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പച്ചമുളക് കീറി വെച്ചേക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് മാങ്ങയുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൈയെടുക്കാതെ ഇളക്കണം. ആ എണ്ണയ്ക്കകത്തും കടന്ന് ആ മാങ്ങയൊന്ന് വേവണം. അതിനാണ് ഇളക്കി കൊടുക്കുന്നത്. അതൊന്ന് ഇതായിട്ടുണ്ട്. നമുക്ക് ആ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും. പിന്നെ നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇത് പറയണ്ടോ, കളർ മാറി വന്നു. ഇനി അതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കണം. എന്നുണ്ടാകണ്ടോ, അടിപൊളിയാണ്. കുറുകി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു ചീനച്ചട്ടി വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുത്ത് നമുക്കത് താളിച്ച് വയ്ക്കാം. നമ്മൾ താളിച്ച് വയ്ക്കുകയാണ്. അതെന്നെ താളിച്ച് വെച്ചു. ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ഫ്രം ഗോപി.